ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ.ഡി. ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കേസിന്റെ മുഴുവൻ രേഖകളും കൈമാറാനാകില്ലെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് കൂടി കോടതി പരിഗണിക്കും. രേഖകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഇ.ഡി. കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാനായാണ് ഇ.ഡി. രേഖകൾ ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതി അനുമതിയോടെയാണ് കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇ.ഡി. അഭിഭാഷകൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ, മൊഴിപ്പകർപ്പുകൾ ഉൾപ്പെടെയുള്ളവ വേണമെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. മുഴുവൻ രേഖകളും നൽകുന്നതിലുള്ള എതിർപ്പ് പ്രോസിക്യൂഷൻ അറിയിച്ചു. 2 തവണയാണ് SITക്ക് രേഖാമൂലം എതിർപ്പറിയിക്കാൻ കേസ് മാറ്റിവെച്ചത്. ഇ.ഡി. കള്ളപ്പണ ഇടപാട് നടന്നു എന്നത് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ല. എന്നാൽ സമാന്തര അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് SIT. അതേസമയം കൈമാറുന്ന രേഖകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം SITയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന മറുവാദമാണ് കോടതിയിൽ ഉയർത്തിയത്. ഇരുവാദങ്ങളും പരിഗണിച്ചാകും വിജിലൻസ് കോടതി നിർണായക വിധി പറയുക. വിജിലൻസ് കോടതി അപേക്ഷ തള്ളിയാൽ രേഖകൾക്കായി മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇ.ഡിയുടെ തീരുമാനം. കേസിൽ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബോർഡംഗങ്ങളെ SIT ഉടൻ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. മീഡിയ 1, കൊല്ലം.